ആസിയ റളിയല്ലാഹു തആല അവസാനം അല്ലാഹുവോട് ചോദിച്ചതെന്താ? എന്തെല്ലാം ചോദിക്കാനുണ്ടായിരുന്നു, എന്തെല്ലാം ആവശ്യപ്പെടാനുണ്ടായിരുന്നു. പക്ഷേ ആസിയ റളിയല്ലാഹു അൻഹ ചോദിച്ചതെന്താ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നിന്റെ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നീ എനിക്ക് തരണമേ അല്ലാ. ആർത്തിയുള്ള ആഗ്രഹം നമ്മളെ നശിപ്പിക്കും. എത്രയോ പേര് വെച്ച വീടിന്റെ അകത്തൊന്ന് കിടക്കാൻ കഴിയാതെ പോയതാണ്. വീട് ഒരു തീരുമാനമാണ്, റബ്ബിന്റെ തീരുമാനമാണ്. വീടൊരു ബറക്കത്താണ്, ഒരു അലങ്കാരമാണ്. അത് അല്ലാഹുവിന്റെ തീരുമാനം പോലെ നടക്കും. നമ്മളൊന്ന് ചെറിയ ഒരു പരിശ്രമം നടത്തിയാൽ മതി. ആർത്തി പോണ്ട് എടുത്തു ചാടല്ലേ, അപകടത്തിന്റെ പടുകുടിയിലേക്ക് ചെന്ന് വീടല്ലേ. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് വീട് വേണമെന്ന് നീ പറഞ്ഞില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സഹാബിയാണ് നുഐമാനുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അവർക്ക് 2 വീടുണ്ട് ഫാത്തിമ. ഇതാണ് വിഷയം. പറയാൻ പോയ കാര്യം അതാ. ആ സഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് അടച്ചിട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി വലിയ ഇഷ്ടമാണ്. നീ ചെന്ന് മുത്തുനബി തങ്ങളോട് പറഞ്ഞാൽ, ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലാ പ്രിയപ്പെട്ട സഹാബിയോട് ചോദിച്ചോ, നിനക്ക് ആ വീട് തരും ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സ് തളർന്നുപോയി. എങ്ങനെ ചോദിക്കുമെന്നറിയാൻ വയ്യ. റസൂലുള്ളാഹിയുടെ മുമ്പിൽ എങ്ങനെ ഈ ആവശ്യം പോയി പറയൂ? തന്റെ ഭർത്താവ് പറഞ്ഞതല്ലേ, എങ്ങനെ ചോദിക്കാതിരിക്കൂ? അങ്ങനെ ആ വീട്ടിൽ നിന്നിറങ്ങുകയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുകയാ. ചെന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഞാൻ വന്നതെന്തിനെന്നറിയോ റസൂലേ? നുഐമാനുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് 2 വീടുണ്ടല്ലോ നബിയേ. അതിൽ നിന്നൊരു വീട് എനിക്ക് വാങ്ങിത്തരാൻ അലിയാണ് എന്നോട് പറഞ്ഞു വിട്ടത്. ഞാൻ പറയുന്നതല്ല നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണു നിറയുകയാണ്. പൊന്നാര നബി തങ്ങള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നോക്കുകയാണ്. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി, ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി, തൊയ്വ പതിയും ജീവേ തൗഹീദൊളി നീലാവേ. അർശിനും കുർസിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരച്ചപ്പോവേ. അർശിനും കുർസിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരച്ചപ്പോവേ. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, എനിക്ക് ലജ്ജയുണ്ട് ഫാത്തിമ. പൊന്നുമോളെ, സ്വർഗ്ഗത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് കിടപ്പോ ഈ മുഹമ്മദിന് കഴിയും ഫാത്തിമ. ഈ ലോകത്തൊരു പെണ്ണും കിടക്കാത്ത സ്വർഗീയ മാളികയിൽ നിന്നെ കിടത്താൻ എനിക്ക് കഴിയും ഫാത്തിമ. പക്ഷേ ഞാൻ മനസ്സ് വെക്കാത്തത് കൊണ്ടാണ് നമുക്കത് വേണ്ട ഫാത്തിമ. സ്വർഗത്തിന്റെ വീട് പോരെ, സ്വർഗത്തിന്റെ മാണിക്യമുത്തേ, പവിഴം കൊണ്ട് നിർമ്മിച്ച സ്വർഗത്തിന്റെ മാളിക പോരെ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, ഞാൻ പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞത് കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീര് തുടച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നുഐമാനുൽ അൻസാരി വിവരമറിയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട്, യാ റസൂലല്ലാഹ്, എനിക്കെന്തിനാണ് വീട് നബിയേ? എനിക്കുള്ളതെല്ലാം അങ്ങേക്കല്ലേ നബിയേ? എന്റെ 2 വീടും തരാം നബിയേ. ഫാത്തിമ വന്ന് ചോദിച്ചിട്ട് ഒരു വാക്കെന്നോട് പറയാത്തതെന്തേ റസൂലേ? എന്റെ വീടിതാ അങ്ങയുടെ പൊന്നുപോൾക്ക് തന്നിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തപ്പോ ആലോചിക്കു സഹോദരങ്ങളെ, ആ വീടിന്റെ ഉദ്ഘാടന ദിവസം ആദ്യമായ ആ വീട്ടിൽ വന്നതാരാ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ
والشفيع الأبتهي والحبيب العربي. ഉദ്ഘാടനം ചെയ്ത വീട്ടിന്റെ അകത്തിരുന്നൊരു 10 സലാത്ത് ചൊല്ലാ മനസ്സ് വരാത്ത യുവത്വമേ, അത് നാണക്കേടാണെന്ന് കരുതുന്നവര് ഹബീബിന്റെ പേര് പറഞ്ഞുകൊണ്ട് 10 മദ്ഹ് പാടാനും പറയാനോ സമയം കണ്ടെത്താത്ത എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ താമസിക്കാൻ പോകുന്ന വീടിലേക്ക് വന്നു. അങ്ങനെ വീട് ഉദ്ഘാടനത്തിന് വരുമ്പോ ഒരു സമ്മാനം കൊടുക്കണമെന്ന് നബി തങ്ങളാ പഠിപ്പിച്ചത്. എന്താ പൊന്നുപോലുള്ള വീടിൽ കൊണ്ടുവന്നതെന്നറിയോ? വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങാ പലിശക്കാരന്റെ മുമ്പ് പോയി കാത്തിരിക്കുന്ന വാപ്പമാരുടെ കാലമല്ലേ? എന്താ അതെന്റെ പ്രിയപ്പെട്ട പിതാവ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊണ്ടുകൊടുത്തതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് കിടന്നുകൊണ്ടിരുന്ന ഈന്തപ്പന കൊണ്ട് നിർമ്മിച്ച ഈന്തപ്പനയുടെ നാര് കൊണ്ട് നിർമ്മിച്ച പായ, ആ പായ കൊണ്ട് കൊടുത്തപ്പോ കണ്ണീരോടെ വാങ്ങിയ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് വരെ തന്റെ വീട്ടിലെ വിലപിടിപ്പുള്ള നിധിയായി അല്ലാഹുവിന്റെ റസൂൽ കൊണ്ട് കൊടുത്ത പായുണ്ടല്ലോ തന്റെ വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, വീട് വാലുകാച്ചിന് വാപ്പ കൊണ്ട് തരുന്ന സമ്മാനം വലിച്ചെറിയുന്ന പെങ്ങളെ, വീട് വാലുകാച്ചിന് ഉമ്മ കൊണ്ട് തരുന്ന സമ്മാനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് വീടിന്റെ മൂലക്കേക്ക് വലിച്ചെറിയുന്നവര്, മാതാപിതാക്കൾ തരുന്ന സ്വതക്കയുടെ, മാതാപിതാക്കൾ തരുന്ന സമ്മാനത്തിന്റെ, മാതാപിതാക്കൾ തരുന്ന ഹദിയയുടെ വിലയേറിയാ നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായി വാപ്പ കൊടുത്ത 10 രൂപ പോക്കറ്റിനകത്തിട്ടുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരെ എനിക്കറിയാം. പ്രിയപ്പെട്ടവര്, തന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉമ്മാടെ പേര് വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്വർണ്ണക്കട മുതലാളിയുടെ എനിക്കറിയാം ജീവിതം. അങ്ങനെ എത്രയോ പേരുണ്ട്. പ്രിയപ്പെട്ടവര്, ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ ഹബീബ് കൊണ്ട് കൊടുത്ത ആ പായ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് മരണം വരെ. വഫാത്തിന്റെ വേളയിൽ ആ പായ കൊണ്ട് വിരിച്ചു തരുമോ എനിക്കതിലൊന്ന് കിടക്കാൻ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതാ അലി റളിയല്ലാഹു അൻഹു. നമ്മുടെ അയൽവാസിക്ക് നമ്മൾ സ്വാലിഹായ മനുഷ്യനാണോ അല്ലയോ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവർ, ഞാനിപ്പോ വാതിനൊക്കെ കാട്ടാക്കട വന്നു, വട്ടിയൂർക്കാവ് വന്നു, അവിടെ വന്നു, ഇവിടെ വന്നു. അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇയാള് സ്വാലിഹായ മനുഷ്യനാണോ എന്ന് അറിയണം. വന്ന് പാട്ടും പാടി തമാശയും പറഞ്ഞ് പ്രസംഗിച്ച് കാറ് കയറി ഭക്ഷണം കഴിച്ചങ്ങ് പോവാൻ. ഇയാൾ പറയുന്നത് പോലെ ജീവിതത്തിൽ വല്ലതും ഉണ്ടോ? ഇയാളൊരു സ്വാലിഹായ മനുഷ്യനാണോ എന്നറിയാൻ ഇയാൾ താമസിക്കുന്ന വീടിന്റെ അപ്പുറത്ത് 4 ഭാഗത്ത് പോയി ഒന്ന് അന്വേഷിക്കണം. അപ്പൊ ഞാൻ സ്വാലിഹാണ് എന്ന് നിങ്ങൾ അങ്ങനെ പോയി അന്വേഷിച്ചതിന് ശേഷമേ ഉറപ്പിക്കാവൂ. രൂപഭാവം കണ്ട് ഉറപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കല്യാണ ആലോചനയുമായി ചോദിക്കാൻ വന്നാൽ മുടക്കാൻ വേണ്ടിയല്ലാതെ ഹക്ക് പറഞ്ഞു കൊടുക്കൽ ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സത്യസന്ധമായ വിവരം പറഞ്ഞു കൊടുക്കും. ഇല്ലാത്തത് പറയാനും പാടില്ല, ഉള്ളത് കൂട്ടി പറയാനും പാടില്ല. ചില ചെറുപ്പക്കാർ പൈസയും കൊടുത്ത് ജംഗ്ഷനിൽ ആളെ നിർത്തിയിരിക്കുക. മറ്റേ നമ്പർ വരണ വണ്ടി വരാണെങ്കിൽ നിങ്ങൾ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ സെറ്റപ്പായിട്ട് പറഞ്ഞു കൊടുക്കണം. കല്യാണം കാണാം, കല്യാണം നടക്കണമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് 3 ദിവസത്തേക്കാണ് പാർട്ടി സൺഡേ ബുക്ക് ചെയ്തിരിക്കണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയും കാശ് കൊടുത്ത ചില ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിലൊന്നും പെടാതെ എന്റെ സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന അയൽവാസികൾ പറയണം, ഹക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വീടിന്റെ അപ്പുറം ഇപ്പുറം താമസിക്കുന്നവർ പറയണം, സ്വാലിഹായ മനുഷ്യനാണ് നിന്നെ കുറിച്ച് പറഞ്ഞെങ്കിലേ ഞാൻ സ്വാലിഹായ മനുഷ്യനാകൂ. ഇല്ലെങ്കിൽ എത്ര സ്ഥലത്ത് പോയി വാതു പറഞ്ഞാലും എത്ര ദിവസം പറഞ്ഞാലും ഞാൻ സ്വാലിഹായ മനുഷ്യനല്ല. ഉറപ്പാണാക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, നിങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവർ നിങ്ങളെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അവരെന്ത് പറയും? അഭിപ്രായം ആലോചിച്ച് നോക്കി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലത് പറയണം. ഇപ്പൊ ചെറുപ്പക്കാര് പറയും വലിയ തിരക്കേടില്ലാത്ത അഭിപ്രായം പറയും, അപ്പുറത്തെ താത്ത കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ അഭിപ്രായമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ കുഴപ്പമില്ല, അവൻ ചെറുപ്പക്കാരൻ, അവൻ നല്ല പയ്യനാണ്, മോട്ടോർ കേടാവുമ്പോ വരും, പുതിയ CD ഗ്യാസിറ്റ് കെട്ടി അപ്പോഴേ കൊണ്ടുതരും, ഇവിടെ എന്ത് വിളിയേട്ടാ അപ്പോഴേ ചാടി ടറസ് മതിൽ ചാടി ഇവിടെ വരും, എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ സഹകരിക്കും. അങ്ങനത്തെ ഒരു സഹകരണമല്ല. യുവാക്കളും യുവതികളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. വികാര വിചാരങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിനപ്പുറം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അയൽവാസ ബന്ധമെന്നുള്ള നിലയ്ക്ക് ഒരു സഹകരണം
ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതില്ലാത്തവന് വിശ്വാസി എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ബന്ധമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സ്വാലിഹായ മനുഷ്യനാണെന്ന് പറയാൻ കഴിയുന്നതാണ്. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ, പടവങ്കോട് പള്ളിയുടെ പവിത്രമായ മുറ്റത്ത് വന്നിരുന്ന് ഈ നസീഹത്ത് കേൾക്കുന്നവര്, നമ്മുടെ വീടിന്റെ അപ്പുറവും ഇപ്പുറവും താമസിക്കുന്നവര് നമ്മളെ കുറിച്ച് നല്ലതെന്ന് പറയുമോ? ആണുങ്ങളെ കുറിച്ച് പറഞ്ഞാലും പെണ്ണുങ്ങളെ കുറിച്ച് പറയാൻ വലിയ പാടാ. ഓ, അവളാണ് അയാളെ അങ്ങനെ ആക്കിയെടുത്തത്, അല്ലോ വരച്ച വരയില് നിർത്തി, നല്ലൊരു മനുഷ്യനായിരുന്നു, അയാളെ പാഴിക്കളഞ്ഞു എന്ന് അയൽവാസികൾ പരസ്പരം പറയും.